പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പച്ച ചെക്കിടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പച്ച ചെക്കിടിക്കാട് എന്ന് പറയുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലെ തകഴിക്കും എടത്തുവായ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. ഈ ചൂട് കാലമായതുകൊണ്ട് ഒരു വെള്ളം കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളക്കടയുണ്ട്. ഏത് നാരങ്ങാ വെള്ളം വിൽക്കുന്ന കട. ഈ കടയുടെ പേര് തന്നെ എഴുതിയിരിക്കുന്നത് മുരളി സ്റ്റോഴ്സ് എന്നാണ്. ഏതാണ് നമ്മൾ കടയിലേക്ക് കയറുകയാണ്. ഈ പേരിന് കാരണക്കാരനായിട്ടുള്ള ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ചേട്ടനൊക്കെ എനിക്ക് നേരത്തെ അറിയാമെങ്കിലും കാര്യങ്ങളൊക്കെ ചേട്ടൻ തന്നെ പറയും. ഈ മൈക്കൊന്ന് കുത്തിയേക്കണേ. ഓക്കെ. ചേട്ടന്റെ പേരെന്നാ ചേട്ടാ? എന്റെ പേര് മുരളീധരൻ പിള്ള. മുരളീധരൻ പിള്ള. ഓക്കെ. ഇപ്പോഴേ ഇവിടെ ഞാൻ ഇറങ്ങിയതിന്റെ കാര്യം ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയാ. ഇവിടെ ഒരു പ്രസിദ്ധമായ വെള്ളമുണ്ട്, പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഒരു വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അമ്പലപ്പുഴ വെള്ളം. അമ്പലപ്പുഴ വെള്ളം വന്നു. അപ്പൊ ഈ പേര് തന്നെ കേട്ടിട്ടാ സത്യത്തിൽ ഞങ്ങളിവിടെ വന്നത്. അമ്പലപ്പുഴ വെള്ളം. പച്ച ചക്കിടിക്കാട്ട് എങ്ങനെ അമ്പലപ്പുഴ വെള്ളം കിട്ടുന്നുള്ളത്? എന്താ ഈ വെള്ളത്തിൽ ഇങ്ങനത്തെ ഒരു പേര് വരാൻ കാര്യം? അമ്പലപ്പുഴ വെള്ളം കുടിച്ച ആളുകളൊക്കെ ഇതിന് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ രുചിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് അമ്പലപ്പുഴ വെള്ളമായിട്ട് പ്രസിദ്ധമായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പച്ച ചക്കിടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറത്താണ് പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അവിടെ പ്രസിദ്ധമായിട്ടുള്ള പാൽപ്പായസമുണ്ട്. ഈ പാൽപ്പായസത്തിന്റെ രുചിക്കടുത്ത് വരുന്നതാണ് നമ്മുടെ മുരളിച്ചേട്ടന്റെ നാരങ്ങാ വെള്ളം, അമ്പലപ്പുഴ വെള്ളം എന്ന് അറിയപ്പെടുന്നത്. അത് ശരി. ഇതിന്റെ പ്രത്യേകം എന്താ, എങ്ങനെ ഇത് ഉണ്ടാക്കുന്ന ആ രീതി എങ്ങനെ? അതിനെ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് ചേർക്കുന്നത്? പ്രത്യേകമായിട്ട് നാരങ്ങ, നല്ല ശുദ്ധജലം, പഞ്ചസാര റെഡിയായിട്ട് കലക്കി ഐസും ഒക്കെ ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുക. എന്നിട്ട് നാരങ്ങ ചെലവുള്ള സമയമാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞു പോകും. ചെലവ് കുറഞ്ഞ സമയമാണ് ഉടനെ നാരങ്ങ പിഴിഞ്ഞ് ശലം കസ്കസ് കൂടിയിട്ട് ഒരു 300 മില്ലി ഉണ്ട് ആ ഗ്ലാസ്. വലിയ ഗ്ലാസിനകത്ത് വലിയ ഗ്ലാസ് 300 മില്ലി. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 300 മില്ലി ഉള്ള ഇപ്പം കൊടുക്കുന്ന 10 രൂപ. 10 രൂപ. ഈ മുരളിച്ചേട്ടൻ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? തുടങ്ങിയിട്ട് ഇപ്പം 50 വർഷമാകും. 50 വർഷമായിട്ട് ഇവിടെ തന്നെയാണോ? അല്ല, പിന്നെ ഇത് മൂന്നാമത്തെ സ്ഥലം. ആദ്യമേ നമ്മുടെ പള്ളിയുടെ തൊട്ട് തെക്കേ സൈഡിൽ ഒരു ചെറിയൊരു കടയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മളെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം, ഫ്രെയിമിൽ കാണാം. ഇത് വലതുവശത്ത് കാണുന്നതാണ് പ്രസിദ്ധമായിട്ടുള്ള പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ പള്ളി. ആ പള്ളിയുടെ നേരെ ഫ്രണ്ടില് ഒരു ചെറിയ കടയായിട്ടാണ് മുരളിച്ചേട്ടൻ 50 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 50 വർഷം മുമ്പ് അവിടെ തുടങ്ങിയതിന് ശേഷം ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ഇങ്ങോട്ട് മാറി ഈ കടയുടെ തൊട്ട് പടിഞ്ഞാട്ട് മാറി ഒരു കട കൂടെ ചെയ്തു. കുറച്ച് നാള് അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാമതാണ് ഇവിടെ വന്ന് ഇവിടെ തുടങ്ങുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു രഹസ്യം ഒന്ന് ചോദിച്ചോട്ടെ. ഈ 50 വർഷം മുമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വയസ്സ് കാണാം ആ സമയത്ത്? അന്ന് 25 വയസ്സുള്ളൂ. അന്ന് വെച്ചാൽ പിള്ളേരെ മയക്കുന്ന പ്രായമാണ്. 25 വയസ്സുള്ള സമയത്ത് തുടങ്ങിയതാ. ഇന്നിപ്പം അപ്പൊ 75 വയസ്സുണ്ട്. ഇപ്പൊ 75 50 വർഷമായി. അത് ശരി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇതിന്റെ അകത്ത് ഈ വെള്ളത്തിന്റെ അകത്ത് ഇത്ര സാധനങ്ങളൊക്കെ ചേർക്കുന്നു. ഈ മുരളിച്ചേട്ടന്റെ ചിരി കണ്ടിട്ട് ഇതിനെ ഈ ഒരു സ്നേഹവും കൂടുതൽ ചേർക്കുന്നുണ്ടോ? അതെ, സ്നേഹം എന്ന് പറഞ്ഞാലേ ഞാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു കമ്മിറ്റി അംഗമാണ്. ശരി. അപ്പൊ ഞങ്ങളുടെ പരിപാടികൾ നടത്തുമ്പോ പ്രസംഗിക്കുമ്പോ ഞങ്ങളുടെ നേതാക്കൾ പറയും കച്ചവടക്കാരൻ എപ്പോഴും പുഞ്ചിരിയായിരിക്കണം. ശരി. പുഞ്ചിരിയോടുകൂടി കടം കൊടുക്കണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ആളുകൾ മേടിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരു സന്തോഷം. അപ്പൊ പുഞ്ചിരിയോടുകൂടി സാധനം കൊടുക്കുകയാണെങ്കിൽ കണിശമായിട്ട് പൈസ തന്നിരിക്കും. കളിപ്പിച്ചോണ്ട് പോകാനോ എടുക്കാനോ ഒന്നുമില്ല. അപ്പൊ ആ ഒരു കൃത്യമായ തീര് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 വെള്ളം വേണം. ആ വെള്ളം കുടിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത്. ഈ പ്രസിദ്ധമായ വെള്ളം ആയതുകൊണ്ട് അത് കുടിച്ചിട്ട് തന്നെ പോകാന്നുള്ളത് അതിന്റെ രുചി ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഇതും കൂടി ഇങ്ങനെ തന്നേക്കാം. നമുക്ക് അത് ഈ വെള്ളം ഏതായാലും നമ്മുടെ ക്യാമറ വലിച്ചു കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ സ്കൂളുകളൊക്കെ ഇവിടെ അടുത്തുണ്ടല്ലോ? സ്കൂൾ അടുത്തുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളോട് വന്ന് വെള്ളം കുട്ടികൾ കുടിക്കും. അധ്യാപകര് പാഴ്സലായിട്ട് 50 വെള്ളം 75 വെള്ളം 25 വെള്ളം ഒക്കെ പാഴ്സൽ മേടിച്ചോണ്ട് പോകും. വെള്ളം അങ്ങനെ കൊണ്ടുപോയി കന്നാസി കൊണ്ടുപോകും. ഇവിടെ വെച്ചിട്ട് റെഡി ആയിട്ട് പിരിഞ്ഞ് എല്ലാം ചേർത്ത് അവിടെ കൊടുത്തു കഴിഞ്ഞ് കുടിച്ചവര് വീണ്ടും പിറ്റേ ദിവസവും റെഡി ഇവിടെ കുടിക്കാനായിട്ട് അതിൽ തന്നെ ആളുകൾ വരും. ആ ടീച്ചർമാര് പറയാം നല്ല രുചിയായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ 2 എണ്ണം കൂടെ തന്നേക്കാൻ പറയും. ഇത് ആദ്യം വെള്ളം വെക്കുമ്പോഴത്തേക്ക് എത്ര രൂപയായിരുന്നു? ആദ്യം വെക്കുമ്പോഴത്തേക്ക് 50 പൈസകളായിരുന്നു നാരങ്ങ വെള്ളം. 50 പൈസ. അന്ന് നാരങ്ങ വെള്ളം ഒന്നും പറഞ്ഞാ കൊടുത്തോണ്ടിരുന്നത്. ഒരു 10 വർഷമായാലും ഇത് അമ്പലപ്പുഴ വെള്ളം 10 വർഷമായിട്ട്. ഇപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? ഇപ്പൊ 10 രൂപ. 10 രൂപ. അന്ന് വെച്ച് കഴിഞ്ഞാല് 300 മില്ലി ഉള്ള ഈ ഗ്ലാസിന്റെ അകത്ത് 10 രൂപയേ ഉള്ളൂ. 10 രൂപ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സാധാരണ ഒരു സോഡാ സർബത്ത് കുടിക്കുന്ന പൈസ മുടക്കിയാൽ 2 വെള്ളം കുടിക്കാൻ നമ്മുടെ ദാഹവും മാറും, നമ്മുടെ മനസ്സിലൊരു സന്തോഷവും. അത് ശരി. ഓക്കെ. അപ്പൊ ഇവിടുന്ന് വാങ്ങിച്ച ആളുകള് വീടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടോ? വീടുകളിൽ പാഴ്സൽ കൊണ്ടുപോകാം. വലിയ 1.5 ലിറ്റർ കുപ്പി 2 ലിറ്റർ കുപ്പി
1 ലിറ്റർ കുപ്പിക്കകത്തൊക്കെ പാഴ്സല് വാങ്ങിച്ചോണ്ട് പോകുന്ന ആളുകളുണ്ട്. കൊണ്ടുപോയി കുടിച്ചു കഴിഞ്ഞ് തികഞ്ഞില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ രണ്ടാമത് വീണ്ടും വരും. ശരി, നമ്മള് ഇതൊക്കെ വളരെ പറഞ്ഞില്ല, വളരെ എന്താണ് രസകരമായ കാര്യങ്ങളാണ്. കാരണം ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ പ്രസിദ്ധി കൊണ്ടാണ്, അതിന്റെ ഗുണം കൊണ്ടാണ് കുടിച്ച ആളുകൾ വീണ്ടും വീണ്ടും വന്ന് കുടിക്കുകയാണ്. ഇപ്പോഴേ സ്കൂള് സജീവമായിട്ട് തുടങ്ങിയ സമയമല്ല, അത് മാത്രമല്ല ഇപ്പോഴേ ഇന്റർവെല്ലിന്റെ സമയമൊന്നും അല്ല, അല്ലെങ്കിൽ പിള്ളേർ ഇവിടെ ഇഷ്ടം പോലെ കാണേണ്ടതാ. ഏതാണെങ്കിലും ഞാനൊരു വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ക്യാമറമാൻ ഒരു വെള്ളമാണ്, ഞാൻ കുടിച്ചിട്ട് ഞാൻ മുരളിച്ചേട്ടൻ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും അറിയാം. ഇത് നമ്മള് വാഗൊണ്ട് പറയുന്ന മാത്രമല്ല, ഇത് അസൽ വെള്ളമാണ്. നമ്മളെനിക്കൊന്ന് സാധാരണ കടകളിലൊന്നും നമുക്ക് ഈ ഒരു ടേസ്റ്റില്, ഇത് വെറുതെ ഒന്നുമല്ല, 50 വർഷത്തെ എക്സ്പീരിയൻസാണ്. ഏതാണെങ്കിലും ഈ എടത്തുവ തകഴി അല്ലെങ്കിൽ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെ പോകുന്ന ആളുകൾ അമ്പലപ്പുഴ വെള്ളം കുടിക്കണമെങ്കിൽ, പ്രസിദ്ധമായ അമ്പലപ്പുഴ വെള്ളം കുടിക്കണമെങ്കിൽ പച്ചച്ചെക്കിടിക്കാട് ലൂർദുമാത സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് മുരളിച്ചേട്ടന്റെ കട ഏതാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അമ്പലപ്പുഴ വെള്ളം വിൽക്കുന്ന കട ഏതാന്ന് മാത്രം ചോദിച്ചിട്ട് ഇങ്ങോട്ട് പോരുക. വലിയ വിലയൊന്നുമില്ല, 10 രൂപ മാത്രമേ ഉള്ളൂ. ഈ കടയുടെ പ്രൊമോഷൻ ഒന്നുമല്ല, ഈ വെള്ളം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഏതാണെങ്കിലും മുരളിച്ചേട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നാടിന്റെ നന്മയുള്ള ഇത്തരം വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും